പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാൻ അമേരിക്ക ചർച്ച വീണ്ടും നടക്കുന്നേക്കുമെന്ന സാഹചര്യമാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ ചർച്ചകൾക്ക് പോകാൻ താൽപ്പര്യമുണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. 2 ദിവസത്തിനകം ചിലത് സംഭവിച്ചേക്കാമെന്നും ട്രംപ് വെളിപ്പെടുത്തുന്നുണ്ട്. രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് പാകിസ്ഥാൻ വേദിയാകും. യുറേനിയം സമ്പുഷ്ടീകരണം മരവിപ്പിക്കേണ്ട കാലാവധിയെ ചൊല്ലി ഇപ്പോഴും ഇരു രാജ്യങ്ങൾക്കിടയിൽ തർക്കമുണ്ട്. ഹോർമൂസിൽ അമേരിക്കയുടെ ഉപരോധം തുടരുകയാണ്. ട്രംപിന്റെ ഭീഷണി മറികടന്ന് ഇന്ന് ഹോർമൂസ് കടന്നത് ചൈനയുടേതുൾപ്പെടെ 3 കപ്പലുകളാണ്. ഇറാൻ തുറമുഖങ്ങളിലേക്കും തിരികെയും കപ്പലുകളുടെ പോക്കുവരവ് തടയുകയാണ് ഉപരോധ ലക്ഷ്യമെന്നാണ് അമേരിക്ക പറയുന്നത്. കപ്പലുകൾക്ക് അകമ്പടി പോകാനുള്ള തീരുമാനം US സൈന്യം പിൻവലിച്ചിട്ടുമുണ്ട്. MC നാസർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നാസർ, വലിയ രീതിയിലുള്ള അക്രമ സാഹചര്യമായ സമാനമായ കാര്യങ്ങൾ അമേരിക്ക ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനിടയിൽ ഒരു ക്രമസമാധാനം എന്ന നിലയ്ക്ക്, സമവായം എന്ന നിലയ്ക്ക് ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുന്നു. ആ ചർച്ചയ്ക്ക് മുന്നോട്ട് വയ്ക്കുമ്പോഴും, ചർച്ചയ്ക്ക് ഒരു സമവായ ശ്രമം മുന്നോട്ട് വയ്ക്കുമ്പോഴും പറയുന്നുണ്ട് 2 ദിവസത്തിനുള്ളിൽ എന്തും സംഭവിച്ചേക്കാം, അതുകൊണ്ട് പാകിസ്ഥാനിൽ വെച്ച് തന്നെ വേണം, ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് തന്നെ വേണം ചർച്ച എന്ന് അമേരിക്ക പറയുന്നതിന് പിന്നിൽ എന്താണ് സാധ്യതകൾ നമ്മൾ കാണേണ്ടത്? വിനീഷ, എന്തായാലും 2 ദിവസം മുമ്പുള്ള ട്രംപിന്റെ പ്രതികരണമല്ല ഇന്നിപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം നടത്തുന്നത്. കാരണം 2 ദിവസം മുമ്പ് പറഞ്ഞത് ഇറാൻ ഇനി ചർച്ചയ്ക്ക് വന്നാലും വന്നില്ലെങ്കിൽ തന്നെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല, താൻ തന്റെ സൈനിക ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുമെന്നായിരുന്നു. പക്ഷേ ഈ പിന്നിട്ട ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുമ്പോൾ ട്രംപ് തന്നെ മാറി ചിന്തിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണം കാണിക്കുന്നത്. കാരണം അടുത്ത 2 ദിവസത്തിനുള്ളിൽ നിർണായകമായ പലതും സംഭവിച്ചേക്കാം, അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ തന്നെ ഈ ചർച്ച നടക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതർത്ഥത്തിലാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ടുള്ള പാകിസ്ഥാൻ മുഖേന നടന്ന ചർച്ചയുടെ സ്വഭാവം അത് എത്തി നിൽക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഇനിയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇറാൻ ഇത് അംഗീകരിക്കുന്നുണ്ട്. വളരെ ഊർജിതമായിട്ടുള്ള സ്വഭാവത്തിൽ ആശയവിനിമയം അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ മുഖേന തുടരുന്നതായിട്ട് ഇന്ന് വൈകിട്ട് തന്നെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. അപ്പോൾ അമേരിക്കയും ഇത് സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ അടുത്ത 2 ദിവസത്തിനുള്ളിൽ എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീയതിയോ വേദിയോ ഇനിയും തീരുമാനിച്ചിട്ടില്ല. അപ്പം പാകിസ്ഥാനിൽ തന്നെ ആയിരിക്കും ചർച്ച നടക്കുക എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ ചർച്ച എത്ര കണ്ട് വിജയിക്കും? കാരണം ഈ മാസം 22 വരെയാണ് 2 ആഴ്ചക്കാലത്തെ വെടിനിർത്തലുള്ളത്. ആ വെടിനിർത്തൽ കാലയളവ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് പോകണമെങ്കിൽ പ്രധാനപ്പെട്ട കോർ ഇഷ്യൂകളുണ്ട്. അതിൽ ഒരു തീർപ്പ് വരേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ഇറാന്റെ അവകാശങ്ങളെ ചൊല്ലിയാണ്. കാരണം അടുത്തൊരു 20 വർഷത്തേക്കെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവെക്കണമെന്നാണ് അമേരിക്ക ഏറ്റവും അവസാനമായിട്ട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതൊരു 5 മുതൽ 10 വർഷം വരെ പരിഗണിക്കാമെന്ന് ഇറാൻ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അക്കാര്യത്തിൽ ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ പാകിസ്ഥാൻ കൊണ്ടുപിടിച്ച നീക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു ചർച്ചയ്ക്കായി നടത്തുന്നത്. അപ്പോൾ ചർച്ച നടക്കുമെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അത് മറ്റന്നാൾ തന്നെ ആയിരിക്കുമോ, ഇനി അങ്ങോട്ടോ ഏതെങ്കിലും ദിവസങ്ങളിൽ മാറ്റം വരുമോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ വലിയ പ്രതീക്ഷയുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇന്നലെ രാത്രി മുതൽ ഈ ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സമ്പൂർണ്ണ ഉപരോധം, ആ ഉപരോധത്തിൽ പോലും പരമാവധി ഇളവുകൾ നൽകുന്ന ഒരു സമീപനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. ഏതാണ്ട് ഒരു 10,000-ത്തിലധികം സൈനികരെ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് അമേരിക്ക. ഹോർമൂസിൽ നിന്ന് കുറെ അകലെയാണെങ്കിൽ പോലും 2 സമുദ്രങ്ങളിലായിട്ടാണ് ഈ 10,000-ത്തിലധികം സൈനികർ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 12 യുദ്ധക്കപ്പലുകളുണ്ട്, നിരവധി F-35 പോർവിമാനങ്ങൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പ്രധാനമായിട്ടും അമേരിക്കൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാൻ തുറമുഖത്തേക്ക് വരികയോ പോവുകയോ ചെയ്യുന്ന കപ്പലുകൾക്ക് നേരെ തൽക്കാലം ആക്രമണം നടത്തേണ്ടതില്ല എന്നൊരു തീർപ്പിലേക്ക് കൂടി അമേരിക്ക എത്തിയിട്ടുണ്ട്. ആകെ പറയുന്നത് ഡ്രോണുകൾ വഹിച്ചുള്ള ഏതെങ്കിലും ഇറാന്റെ ബോട്ടുകൾ വരികയാണെങ്കിൽ ആ ബോട്ടുകൾക്ക് നേരെ മാത്രം ആക്രമണം എന്ന ഒരു വളരെ പരിമിതമായിട്ടുള്ള ഒരു ആക്രമണ രീതിയിലേക്കാണ് ഇപ്പോൾ അമേരിക്ക നീങ്ങുന്നത്. അത് ഒരുപക്ഷെ ഈ ചർച്ച നടക്കാനുള്ള ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഒരു മാന്യമായിട്ടുള്ള പിന്മാറ്റത്തിനുള്ള ഒരു അവസരം ട്രംപ് വളരെ നേരത്തെ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. ഒടുവിൽ അത് ഏറെക്കുറെ ലഭ്യമാകുന്നു എന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ ഈ ഒരു കൂടുതൽ ആക്രമണോത്സുകമായിട്ട് നീങ്ങേണ്ടതില്ല എന്നൊരു തീർപ്പിലെത്തുന്നതും. അങ്ങനെയാണ് ഇന്നിപ്പോൾ 3 കപ്പലുകൾ വളരെ സുഗമമായിട്ട് ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതിൽ 2 കപ്പലുകൾ നാം പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഇറാന്റെ എണ്ണ പ്രയോജനപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഈ 2 കപ്പലുകൾക്ക് നേരത്തെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആ 2 കപ്പലുകളാണ് നിറയെ എണ്ണയുമായിട്ട് ഈ ഹോർമൂസ് കടലിടുക്ക് കടന്ന് സുഗമമായിട്ട് മുന്നോട്ട് പോയത്. ഒരു നിലക്കുള്ള പ്രതികരണവും അമേരിക്ക നടത്തിയിട്ടില്ല. അതിന് പുറമെയാണ് UAE-യിലേക്കും ഒരു കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു വന്നു. അപ്പോൾ അതിലും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അമേരിക്ക ഒരു സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുക, അങ്ങനെ ഇറാനെ പരമാവധി
പരമാവധി ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ അത് തീർത്തും പാളുന്നതിന്റെ ചിത്രമാണ് പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ കാണുന്നത്. അത് മാത്രമല്ല, ഇറാൻ നേതൃത്വം, ഇറാനിലെ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് 8000 കിലോമീറ്റർ ദൈർഘ്യമുള്ള കരയാതിർത്തിയുണ്ട്. അതോടൊപ്പം തന്നെ വേറെയും ഓർമസ് അല്ലാതെ തന്നെ വേറെയും തുറമുഖങ്ങളുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ചരക്ക് കടത്ത് ഒരു നിലക്കും പ്രയാസപ്പെടുകയില്ല, അത് അതേ സുഗമമായി തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ അമേരിക്ക എന്താഗ്രഹിച്ചുവോ അത് നടക്കാൻ പോകുന്നില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഇറാനും നൽകുന്നു. അതേസമയം തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, GCC രാജ്യങ്ങളൊക്കെയും ഒരു നയതന്ത്ര പ്രശ്നപരിഹാരമാണ് വേണ്ടത്. സൈനികമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് കാര്യമില്ല, അത് കൂടുതൽ സംഘർഷത്തിനും കൂടുതൽ തുറന്ന യുദ്ധത്തിലേക്കും മാത്രമാണ് വഴിയൊരുക്കുക എന്നൊരു മുന്നറിയിപ്പും അമേരിക്കക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒടുവിൽ ട്രംപ് പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തലിലേക്ക്, സമ്പൂർണ്ണ സ്വഭാവത്തിലുള്ള വെടിനിർത്തലിലേക്ക് പോകാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കോർ ഇഷ്യൂകൾ എന്ന് പറയുന്ന യുറേനിയം സമ്പുഷ്ടീകരണമുണ്ട്, ഹോർമുസ് കടലിടുക്കിന്റെ പരമാധികാരം ഇറാന് അനുവദിക്കണമോ എന്ന ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. അക്കാര്യത്തിൽ ഇനി ഒരിക്കലും ഇറാനെ ആക്രമിക്കുകയില്ല എന്ന രേഖാമൂലമായ ഉറപ്പ് നൽകണം, ഇറാന്റെ പിടിച്ചുവെച്ച സ്വത്തുക്കൾ കൈമാറണം എന്നതുൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ഇതിൽ പലതും ഏറെക്കുറെ ക്രിയാത്മകമാണ്. അതിലൊക്കെയും താൻ ഒരു തീർപ്പിലെത്തിയെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള ഇഷ്യൂകളിൽ ഒരുപക്ഷെ പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ മേഖലയിൽ വീണ്ടും സമാധാനം പുലരാനുള്ള മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ, നമുക്കറിയാൻ സാധിക്കും, ഏത് ഘട്ടത്തിലും ഇത്തരം സാധ്യതകൾ അട്ടിമറിക്കാൻ എന്നും ശ്രമിച്ച ഒരു രാജ്യമാണ് ഇസ്രായേലും അതിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതീക്ഷയോടെ ഈ ഒരു രാത്രിയിലും ഏത് സമയത്തും ഈ സമാധാന സാധ്യതയെ അട്ടിമറിക്കാൻ ഇസ്രായേൽ നീക്കം നടത്താനുള്ള വലിയ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ബിനിഷ.